പ്രശാന്തൻ്റെ ഈ മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമാകുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ എം പിമാരാണുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരത്തെ മണിപ്പൂരിൽ കലാപം ഉണ്ടായ സമയത്ത് അവിടെ സന്ദർശിക്കുകയും അവിടെ സ്നേഹത്തിൻ്റെ കട തുറക്കുകയൊക്കെ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തു. വീണ്ടും അവിടെ കലാപം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഇപ്പോഴുണ്ടോ? ഇടപെടൽ ഉള്ളതിൻ്റെ ഗുണമായിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി എന്താഗ്രഹിക്കുന്നു അത് ഏകദേശം നടപ്പായി വരുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട്, ഇപ്പം 3ാം മോദി സർക്കാരാണല്ലോ വരുന്നത്, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് രാജ്യത്തുടനീളം നടന്ന സമരങ്ങൾ, അത് മാധ്യമങ്ങൾ വിളിച്ചെത്തു കൊണ്ടിരുന്ന ന്യായമായ സമരങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ആ സമരങ്ങളുടെ എല്ലാം പുറകിലൊരു കലാപാഹ്വാനം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം ഗവൺമെൻറ് ഇത് മനസ്സിലാക്കിയിട്ട് ആ കലാപങ്ങളെല്ലാം അടിച്ചമർത്തി പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. നമ്മളീ പറയുമ്പോൾ മണിപ്പൂരിൽ ഇപ്പം ഇന്നലെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിച്ച് അത് പ്രയോഗിച്ചെന്നാണ് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനം, ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മറ്റു സംസ്ഥാനങ്ങളുടെ വലിയ സംസ്ഥാനമൊന്നുമല്ല, കിഴക്കൻ സംസ്ഥാനം, ആ സംസ്ഥാനത്ത് ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്തിട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്ത് 15 കിലോമീറ്റർ ആക്കിയിട്ട് ബോംബ് ക്യാരി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, അത് വെച്ച് ബോംബിങ് നടത്താൻ പറ്റുന്ന 1-2 ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ബോംബിങ് നടത്തിയ ഇൻസിഡൻ്റ് ഉണ്ട്. അതിനുശേഷമാണ് ഇതിൽ മിസൈൽ ആക്രമണം. അതിൻ്റെ പുറകിൽ ചൈനയുണ്ട്, അല്ലെങ്കിൽ മ്യാൻമർ എന്നുള്ള തീവ്രവാദ ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, മനസ്സിലാവുന്നുണ്ട്. ചൈനയാണ് പ്രധാന സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്ത് കലാപം അല്ലെങ്കിൽ വംശീയ കലാപം ഉണ്ടായ സമയത്ത് അത് വംശീയ കലാപമല്ല വർഗീയ കലാപമാണെന്ന് വരുത്തി തീർക്കുന്നതിനും ആ കലാപത്തെ ന്യായീകരിക്കുന്നതിനും വേണ്ടി എത്രത്തോളം പ്രതിപക്ഷം ഇവിടെ ശ്രമിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രതിപക്ഷം അവിടെ ശ്രമിക്കുകയും ആ കലാപത്തിന് വലിപ്പം കൂട്ടാനും ആ കലാപം പടർത്താനും ശ്രമിച്ചു. നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ അവിടെ പലവട്ടം പോയി സ്നേഹത്തിൻ്റെ കട തുടങ്ങുന്ന കാര്യമൊന്നുമില്ല. ഇത് ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുക്കി, മെയ്തി വിഭാഗങ്ങളെയും അല്ലെങ്കിൽ വേറെ ചില ഗോത്രങ്ങളെയൊക്കെ വേലി കെട്ടി തിരിച്ചതുപോലെയാണ് അവിടെ നിർത്തിയിരുന്നത്. കാരണം പരസ്പരം ബന്ധപ്പെടാൻ പോലും സാധിക്കാതെ വൈര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജനതയെ എങ്ങനെ വാർത്തെടുക്കാം എന്ന് അന്ന് തൊട്ടേ ഉള്ളതാണ്. അത് നെഹ്റുവിൻ്റെ കാലത്ത് അതേ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ അതേ രീതി രൂപപ്പെടുത്തി തന്നെ പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശ്രദ്ധിച്ചു. ഗവൺമെൻറ് ഇതിനകത്തൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതേ രീതിയിൽ പോകുന്നുകൊണ്ടിരുന്നൊരു സംവിധാനം ഒരു സുപ്രഭാതം നമ്മൾ ഇതിന് ഇപ്പോഴത്തെ അടുത്ത കലാപവുമായിട്ടൊക്കെ നമുക്ക് സാമ്യപ്പെടുത്തി നോക്കാം. അവിടെ കുക്കി വിഭാഗത്തിന് ഒരു വിഭാഗത്തിന് സംവരണം കൊടുക്കണം. അവർ ആ സംവരണത്തിനോട് അനുവദിച്ച് നടന്ന കലാപമാണ്. സംവരണം പിൻവലിച്ചില്ലേ കോടതി? എന്താ കലാപം നിൽക്കാത്തത്? ആ കലാപം നിൽക്കാതെ ഇപ്പം തന്നെ അവിടെ പലവട്ടം സമാധാന ചർച്ചകൾ നടത്തി യാതൊരു പ്രശ്നമില്ലാത്ത സമയത്ത് വീണ്ടും അക്രമത്തിന് വഴിതിരിച്ചു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അവിടെ ഒരു ഇടപെടിയിൽ വെളിയിൽ നടക്കുന്നു. അവിടെ ഒരു ഈ കുക്കി എന്ന് പറയുന്ന വിഭാഗത്തിനകത്ത് കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗമാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരണത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുമെന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര രീതിയിൽ ഒരു ചർച്ച വരുന്നുണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, അതുപോലെ മ്യാൻമറിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ, ഇങ്ങനെ പറഞ്ഞ എല്ലാം കൂടെയുള്ള ഒരു ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ വന്നിട്ട് ഒരു അമേരിക്കൻ താല്പര്യപ്രകാരം ഒരു ക്രിസ്ത്യൻ രാജ്യം യഥാർത്ഥത്തിൽ ഉള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേറെ രാജ്യങ്ങളുടെ കൃത്യമായ ഇടപെടിയിൽ ആ സംസ്ഥാനത്തുണ്ട്, ധനസഹായമുണ്ട്. അവിടെ നിന്നല്ലാത്തുള്ള ആൾക്കാർ അവിടെ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 10,000-ഓളം ടെററിസ്റ്റുകൾ മ്യാൻമറിൽ ഉണ്ടെന്ന് കണ്ടെത്തി അവരെ പുറത്തായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അടുത്ത സമയത്ത്. അപ്പം അതിനുവേണ്ടി ഇതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിലേക്കായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടൽ. കാരണം അവിടെ ഒന്നും നടക്കുന്നില്ല. അവിടെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരെ തമ്മിലടിപ്പിച്ച് BJP വർഗീയത കളിക്കാൻ അവിടെ RSS ഇടപെട്ട് അവിടുത്തെ ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെ ഉള്ള രീതിയിലാണല്ലോ ഇന്ത്യ മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ പോലും ഇപ്പം അദ്ദേഹത്തിൻ്റെ MP മാരാണല്ലോ അവിടെ, അല്ലെങ്കിൽ പാർട്ടിയുടെ MP മാരാണല്ലോ. എന്താണ് അവിടെ വീണ്ടും കലാപ കുലുഷിതമാവുന്നത്. അപ്പം ഈ ജനപ്രതിനിധികൾ ഈ കലാപത്തിന് കൂട്ടുപിടിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഈ കലാപത്തിന് ചേർന്ന് നിൽക്കുന്നവരാണോ, അല്ലെങ്കിൽ ആ കലാപത്തിന് പുറകിലുള്ള ആൾക്കാരാണോ ഈ കോൺഗ്രസ്സുകാരും ജനപ്രതിനിധികൾ? അതിനുവേണ്ടി ഈ കലാപത്തിന് ഊറ്റം കൂട്ടുന്നതിന് വേണ്ടിയാണോ ഈ പലവട്ടം പോയി കുക്കിയും മെയ്തിയും രണ്ടാൾക്കാരെയും കണ്ട് രണ്ടുപേരുടെയും ഭാഗം ശരിയാണെന്ന് സംസാരിച്ച് അവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് പകരം അവരെ വീണ്ടും വേർതിരിച്ച് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുത്തി തീർത്തിട്ടല്ലേ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പോകുന്നത്? നമ്മൾ പരിശോധിക്കും. ഈ 10 കൊല്ലം ഇന്ത്യയിലുടനീളം രാഹുൽ ഗാന്ധി നയിച്ച സമരങ്ങൾ നോക്കണം. CA സമരം എന്തുവാ?
ഇവിടെ അനധികൃത കുടിയേറ്റം അനുവദിക്കത്തില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം വിഭജനത്തിന്, പാകിസ്ഥാനിലെ ന്യൂനപക്ഷം, അവിടെ ഹിന്ദുവിന് അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുവിന് അല്ലെങ്കിൽ മറ്റുള്ളിടത്ത് ഹിന്ദുവിന് അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യാനിക്ക് അവിടുത്തെ ജൈനന് ഒക്കെ ഏതെങ്കിലും കാരണവശാൽ ആ രാജ്യത്ത് താമസിക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ അന്നേ അവരെ എടുത്തുകൊള്ളാം എന്നുള്ള പരസ്പര കരാറുണ്ടായിരുന്നു. പാകിസ്ഥാൻ അതിൻ്റെ തൊഴിലനുസരിച്ച് ആ കരാറ് പാലിക്കുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ആ കരാറ് നരേന്ദ്രമോദി വരേണ്ടി വന്നു CAA രൂപത്തിൽ ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി. ഇതുവരെ നടപ്പായില്ല. നരേന്ദ്രമോദിയെ നടപ്പാക്കിയെന്നേ ഉള്ളൂ. അന്ന് മുതലുള്ള ഒരു കരാറാണ്. അതിനിവിടെ എന്തെല്ലാം സമരങ്ങളാണ് അയാൾ ആഹ്വാനം ചെയ്തത്? അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളായി നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി അല്ലായിരുന്നു. ഇവിടെ വർഗീയമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു, CAA എന്ന് നടപ്പാക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളെ കടലിൽ കൊണ്ട് തള്ളാനാവുന്നു. അപ്പോൾ അത്തരത്തിലൊരു കലാപം ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കി, സമരങ്ങൾ മൂർച്ഛിച്ചു. ആ സമരങ്ങൾ സമയോചിതമായിട്ട് ഗവൺമെൻറ് ഇടപെട്ട് നിർത്തലാക്കി. അതിനുശേഷം കർഷക സമരം വന്നില്ലേ? ഈ കർഷക സമരത്തിനും അതിനകത്തെ ന്യായങ്ങളെല്ലാം മറച്ചു പിടിച്ചു. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള 60% കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ സാധനങ്ങൾ വില കിട്ടുന്നതിനും താങ്ങുവില കിട്ടുന്നതിനും ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ല ബില്ലല്ലേ വന്നേ. ആ ബില്ലിന്റെ പുറകിലും അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ രാഹുൽ ഗാന്ധി ഇറങ്ങിയായിരുന്നു, കലാപാഹ്വാനം കൊടുത്തായിരുന്നു. അവിടുത്തെ ആ കർഷക സമരത്തിന്റെ പുറകിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ഖാലിസ്ഥാനികൾ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ബില്ല് തന്നെ പിൻവലിച്ചില്ലേ. ഖാലിസ്ഥാനികൾ പ്രമോഷൻ നടത്തുന്നു, ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഇവിടെ അതിൻ്റെ പേരിൽ തമ്പടിക്കുന്നുണ്ടെന്നല്ല ബില്ല് പുറകോട്ട്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഇപ്പം ഇലക്ഷൻ അട്ടിമറി, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇലക്ഷൻ തുടങ്ങുന്നത്. ഇപ്പം ഈ ഇലക്ഷൻ അട്ടിമറിക്ക് ഇലക്ഷൻ്റെ അന്നത്തെ ഒരു രീതി വെച്ചിട്ട് ഇവർ ഇലക്ഷൻ ഏതെല്ലാം രീതിയിൽ അട്ടിമറിച്ചു. ഇവിടെ ഭരണഘടന BJP വന്നാൽ മാറ്റി എഴുതപ്പെടും, OBC-ക്കാരും മറ്റവർക്കും ഇനി സംവരണം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ സമയത്ത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി വ്യാജ ബോണ്ടുകൾ വരെ ഉണ്ടാക്കി. രാഹുൽ ഗാന്ധി ജയിച്ചാൽ 1,00,000 രൂപ വീതം വീട്ടിൽ കൊണ്ടുതരും, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചാൽ കൊണ്ടുതരും, വ്യാജ ബോണ്ടുകൾ വരെ ഉണ്ടാക്കിയില്ല. ഒരു ഇലക്ഷൻ എങ്ങനെ നേരിടരുതെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പറഞ്ഞിരിക്കുന്ന അതിന് നേരെ വിപരീതമായിട്ട് ഒരു ഇലക്ഷൻ നേരിട്ടില്ലേ, അവർ ജയിച്ചില്ലേ, ഇവിടുത്തെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ. എന്നിട്ട് പോലും ഇലക്ഷന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകം ജോൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും BJP അധികാരത്തിലും. ഇവിടുത്തെ സുപ്രീം കോടതി പലവട്ടം പറഞ്ഞു നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിനകത്ത് എല്ലാം ക്ലിയർ കട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നമ്മൾ ഇലക്ഷൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതവസരത്തിലും പരിശോധിക്കാം, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ടെക്നിക്കൽ കുഴപ്പമുണ്ടോ, അതിനകത്ത് തിരിമറി നടത്താൻ പറ്റുമോ എന്ന് പലവട്ടം പരിശോധിക്കാമെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ചെന്നില്ല. അതെല്ലാം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് ശരിയില്ലെന്ന് പറയുമ്പോഴും ഇലക്ഷൻ്റെ ഉപയോഗിക്കുന്ന മെഷീനറികൾ പ്രശ്നമാണ്, ഇലക്ഷൻ സംവിധാനങ്ങൾ തട്ടിപ്പാണ്, അതിനകത്ത് അത് ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ BJP ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് അത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് 2 വട്ടം അധികാരത്തിൽ വന്നതും ഇലക്ഷൻ കൃത്യമായിട്ട് നടത്താതാണ്, തട്ടിപ്പ് നടത്തിയാണെന്ന് പറഞ്ഞൊരു പ്രധാന നടത്തിയല്ലോ. അതിൻ്റെ കെയർ ഓഫിൽ ഏതെങ്കിലും കാരണവശാൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും 400-450 സീറ്റ് BJP കിട്ടിയാൽ ഇവിടെ കലാപം ഉണ്ടാവും നേരത്തെ പറഞ്ഞു പോയ ഒരു മന്ത്രിയാണ് രാഹുൽ ഗാന്ധി. അതായത് കലാപാഹ്വാനം ഓപ്പറേറ്റ് ചെയ്ത് വെച്ചത്. ഏറ്റവും അവസാനം അതിനുശേഷം ഇപ്പൊ ജാതി സെൻസസുമായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. ഇവിടെ ഈ സാധാരണക്കാരൻ്റെ ഇടയിൽ ജാതി വീണ്ടും ഉണർത്തി അതിനെ ഒരു കലാപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എക്കണോമി 7 ട്രില്യണിലേക്ക് നമ്മുടെ എക്കണോമിയെ കൊണ്ടെത്തിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ലോകത്തെ 3ാമത്തെ ശക്തിയായിട്ടും അതിന് 2ാം ശക്തിയായിട്ടും 1ാമത്തെ ശക്തിയായിട്ടും ഒക്കെ പോകണമെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സും അല്ലെങ്കിൽ വ്യാവസായികമായിട്ടും കയറ്റുമതി ഇറക്കുമതിയും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനവും എല്ലാം വിദേശത്തു നിന്നുള്ള വ്യവസായികൾക്ക് വരാൻ തക്കതൊന്നും ഇവിടുത്തെ എല്ലാം പുരോഗമനം അല്ലെങ്കിൽ വികസിക്കത്തക്ക രീതിയിലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ അതിനെ തടസ്സം നിൽക്കേണ്ടത് ഇവിടുത്തെ അമേരിക്കയുടെയോ ചൈനയുടെയോ നമ്മുടെ ശത്രുരാജ്യങ്ങളുടെയൊക്കെ താല്പര്യമാണ്. അതിനൊരു കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ കൃത്യമല്ലാത്തൊരു ഗവൺമെൻറ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അട്ടിമറിക്കണം. ഇതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ പടക്കോപ്പുകളും അല്ലെങ്കിൽ ആയുധങ്ങളും ഒക്കെ എടുത്ത് കയ്യിൽ കൊടുക്കാൻ പറ്റിയ നേതാവ് രാഹുൽ ഗാന്ധി കണ്ടെന്ന രാഹുൽ ഗാന്ധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ആ അജണ്ട വെച്ചാണ് ഇവിടെ പാസ്സാകുന്നത്. ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം ആരെയൊക്കെയാണ്? ജോർജ് സോറസിനെ കണ്ടില്ലേ? ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ ബൈഡനെ കണ്ടില്ലേ? ഇവിടുത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ അല്ല ജോർജ് സോറസിന്റെ ഫണ്ട് പ്രിയ രാമേന്ദ്രൻ അല്ലേ? പ്രിയ രാമേന്ദ്രൻ സ്ത്രീയല്ലേ ഇവരെ എല്ലാവരെയും കൊണ്ട് കാണിച്ചത്. ഇപ്പം ബംഗ്ലാദേശിൽ കലാപത്തിന് വേണ്ടി അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞ അവിടുത്തെ അമേരിക്കൻ സെക്രട്ടറിയെ കണ്ടില്ലേ? ഇപ്പൊ വീണ്ടും 8-ാം തീയതി 9-ാം തീയതി പോകും. എന്തിനാണ് പോകുന്നത്? ആരെയൊക്കെ അദ്ദേഹം കാണും? അദ്ദേഹം കണ്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ തെരഞ്ഞു പിടിക്കുമ്പോൾ അവരെല്ലാം
ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുന്ന ഗ്രൂപ്പുകളുടെ ആൾക്കാണ്, ജോർജ് സോറസിന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയ ആളാണ്. അത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് അതായത് ഒരു കലാപത്തിൽ കൂടി അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു അതിവിടെ സംഭവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നേതാവായിട്ട് മാറുകയാണ് രാഹുൽ ഗാന്ധി. അപ്പം ഇദ്ദേഹം CAA സമരത്തിന്റെ പേരിലും അല്ലെങ്കിൽ കർഷക സമരത്തിന്റെ പേരിലും അല്ലെങ്കിൽ ജാതി സെൻസസിന്റെ പേരിലും മറ്റെല്ലാത്തിൻ്റെയും പേരിൽ പല രീതിയിലുള്ള കലാപങ്ങൾ, നല്ല സമരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ എന്നുള്ള വ്യാജേന കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതെല്ലാം പരാജയപ്പെടുകയും ഏറ്റവും അവസാനം മണിപ്പൂർ കലാപം കത്തിക്കാൻ ശ്രമിക്കുകയും സ്നേഹത്തിന്റെ കടയും എന്നൊക്കെ പറഞ്ഞ് അവിടെ പോവുകയൊക്കെ ചെയ്തു. ഇപ്പോൾ മണിപ്പൂർ കലാപം വിഷയമാണ്. മണിപ്പൂർ കലാപം കത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മണിപ്പൂർ കലാപം ഇന്ത്യയിൽ മൊത്തം വ്യാപിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ പ്രശ്നമാണെന്ന് കണ്ടാൽ പല രാജ്യങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇന്ത്യക്കകത്ത് സ്ഫോടനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള സാമ്പത്തികമായിട്ടുള്ള ആ മുന്നോട്ടുള്ള പോക്കിന് ഇത് വിഘ്നമാവും. ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഉദ്ദേശം നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയും എന്ന് പറയുന്നതിനകത്ത് കഷ്ടമുണ്ട്. പക്ഷെ അതേ രീതിയിലാണ് നമുക്ക് കാണുവാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇന്ത്യയെ എങ്ങനെ പുറകോട്ട് നടത്തണം, അല്ലെങ്കിൽ ഇന്ത്യ പുറകോട്ട് നടക്കുന്നതിന് ഇന്ത്യയുടെ പുരോഗതിക്ക് ഉതകാത്ത രീതിയിലുള്ള പ്രവർത്തനം എങ്ങനെ നടത്തണം, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം അതിൽ രാഹുൽ ഗാന്ധിയിൽ കൂടിയാണ്. മണിപ്പൂർ അതിന് വേണ്ടിയുള്ള ഈ രാഹുൽ ഗാന്ധി ഇപ്പം പൊട്ടിച്ചിരിക്കുകയായിരിക്കും. മണിപ്പൂർ അതിനുവേണ്ടി തയ്യാറായി വരുന്നോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഇന്ത്യയിലെ സൈന്യം ഉൾപ്പെടെയുള്ളവർ സജ്ജരായിട്ട് നിന്നിട്ടുണ്ട്. ചില പ്രദേശങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ തീവ്രവാദികളുടെ കയ്യിലിരുന്ന പ്രദേശങ്ങളും ബങ്കറുകളൊക്കെ നശിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യയിൽ സംഭവിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനത്ത് സംഭവിക്കാൻ പറ്റാത്ത ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇവിടെ തീവ്രവാദികളുടെ പേരിൽ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നടക്കുന്നു. അതിന് മൗനമായ പിന്തുണ നമ്മുടെ അകത്തുനിന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സങ്കടകരമാണ്. ഏതായാലും ഇതുവരെ രാഹുൽ ഗാന്ധി എടുത്ത കലാപ തയ്യാറെടുപ്പുകൾക്കെല്ലാം ആക്കം കൂട്ടുന്ന ഒന്നായിട്ട് മണിപ്പൂർ വിഷയം വന്നിരിക്കുകയാണ്. അത് സമാധാനപരമായിട്ട് തന്നെ തീരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.